മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 19-20 വാക്യങ്ങൾ. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സസ് 19 and 20. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിൽ ഇരിക്കാൻ കൽപ്പിച്ചതിന് ശേഷം ആ 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരാധീനതയും കഴിവില്ലായ്മയും പറ്റി ചിന്തിച്ച് അധോന്മുഖരാകരുത്. സാമ്പത്തിക ശക്തിയില്ല, ബുദ്ധിയും പ്രാപ്തിയുമില്ല, വിദ്യാഭ്യാസ യോഗ്യതയില്ല, സൗന്ദര്യവും ആരോഗ്യവുമില്ല എന്നീ വിധത്തിൽ ആത്മഗതം ചെയ്ത് ചിലരെങ്കിലും നിരാശപ്പെടാറുണ്ട്. നിരാശപ്പെടാതെ ഉള്ള കഴിവുകളെ ഈശോയോട് ചേർന്ന് ഉപയോഗിച്ചാൽ നമ്മിലൂടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ പരിമിതമായ കഴിവുകളെ കർത്താവിന്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചാൽ നമ്മെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവം സാധിപ്പിക്കും. ഒരു ഗ്രാമീണ ബാലന്റെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും ഈശോയെ ഏൽപ്പിച്ചപ്പോൾ 5000 ആളുകൾക്ക് സമൃദ്ധിയായി ഭക്ഷിച്ച് മിച്ചം വരുവാൻ തക്കവണ്ണം അത് വർദ്ധിച്ചു. സാധാരണക്കാരായ മീൻപിടുത്തക്കാർ ഈശോയുടെ ശിഷ്യരായി തീർന്നു. ഈശോയുടെ ശക്തിക്ക് അധീനരായപ്പോൾ പ്രവർത്തനശേഷിയായ സുവിശേഷകന്മാരായി തീർന്നു. ആഗോള വ്യാപകമായ സഭ അവർ സ്ഥാപിച്ചു. പണ്ഡിതമായി സ്ഥാപിച്ച നടത്തിയ അനാഥ മന്ദിരം അനേകരുടെ ആശാകേന്ദ്രമാണ്. ലോകം അവരെ ബഹുമാനിക്കും. അതുകൊണ്ട് നമുക്കുള്ള കഴിവുകളെ കർത്താവിന്റെ ഇഷ്ടത്തിനായി സമർപ്പിച്ചാൽ നമ്മെക്കൊണ്ട് ദൈവം വൻ കാര്യങ്ങൾ പ്രവർത്തിപ്പിക്കും. കഴിവുകളുടെ അഭാവമല്ല, ഉള്ള കഴിവുകൾ ദൈവത്തോട് ചേർന്ന് വിനിയോഗിക്കാത്തതാണ് നമ്മുടെ പരാജയ കാരണം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും ഞങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.